ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് അനന്തപുരിയിൽ. ആറ്റുകാൽ ഒപ്പം തന്നെ ആറ്റുകാലിന്റെ പരിസരം എല്ലാം ഭക്തരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് തലസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെയാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമാകും. ക്ഷേത്രത്തിൽ നിന്ന് സമീപത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് കിലോമീറ്ററുകളോളം ദൂരം പല വഴികളിലായി പൊങ്കാല അടുപ്പുകൾ നീളുന്നതാണ് നാളത്തെ കാഴ്ച. അമ്പലനടയിലേക്ക് നമുക്ക് പോകണം. അതോടൊപ്പം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുമായി നമ്മുടെ ഒരു വാർത്താ സംഘം, നമ്മുടെ തരുണിമണികളെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആര്യ സുരേന്ദ്രനും ശ്രുതി ശരത്തും ആതിര ജെയിനും സുനിഷ അയ്യല്ലൂരും അഞ്ജന അനിൽകുമാറുമാണ് പ്രേക്ഷകർക്കൊപ്പം തത്സമയം ചേരുന്നത്. നമുക്ക് ക്ഷേത്ര കവാടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ നിരയെ നയിക്കുന്നത് നമ്മുടെ പെൺകരുത്ത് സുനിഷ അയ്യല്ലൂരാണ്. സുനിഷ അയ്യല്ലൂർ, ഗുഡ് ഈവനിങ്. ക്ഷേത്രത്തിൽ നിന്നുള്ള പൊങ്കാലയുടെ ഒരുക്കങ്ങൾ അതെല്ലാം പ്രേക്ഷകരിലേക്ക് ഇങ്ങനെ തുടർച്ചയായി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുനിഷയ്ക്കൊപ്പം ഒരു വലിയ സംഘം കൂടി അണിചേരുന്നുണ്ട്. അപ്പോൾ അതിന്റെ നായികയോടാണ് ആദ്യം ഞാൻ സംസാരിക്കുന്നത്. നായിക പറയൂ, ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമല്ലേ? ഉറപ്പായിട്ടും സുജയ, ഇവിടെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പൊങ്കാല റിപ്പോർട്ട് ചെയ്യാൻ നമ്മളുടെ ടീമും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത സംഘം, സുജയ പറഞ്ഞ സംഘം ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തി ഓരോ ഇടത്തെയും വിശേഷങ്ങൾ കാണിച്ചു തരുമെന്നത് തന്നെയാണ്. ഞാനുള്ളത് ഈ പൊങ്കാല ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ആറ്റുകാൽ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലാണ്. നമുക്കിവിടെ കാണാൻ കഴിയും, ഇതാ എല്ലാവരും നേരത്തെ തന്നെ എത്തി സ്ഥലം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുപ്പ് കൂട്ടിയിട്ടുണ്ട്, കലം വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായി അവർക്കുള്ള ഇടം പിടിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10:15 ഈ അടുപ്പ് തീ പകരുന്ന സമയത്തിനായി കാത്തിരിക്കുന്ന ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചേച്ചി എവിടുന്ന് വരികയാണ്? കോഴിക്കോട്. നേരത്തെ വന്ന് സ്ഥലം പിടിച്ചോ? ഇന്ന് പുലർച്ചയ്ക്ക് 4 മണിക്ക് സ്ഥലം പിടിച്ചതാണല്ലേ? ക്ഷേത്രത്തിന് തൊട്ടടുത്തായി കിട്ടി. ആദ്യമായിട്ടാണോ പൊങ്കാല? ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. ആദ്യമായിട്ട് പൊങ്കാല ഇടുമ്പോൾ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് കിട്ടുന്നു. സന്തോഷം. ഞാനും കോഴിക്കോട് നിന്ന് ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആദ്യമായിട്ടാണ് പൊങ്കാല. ആദ്യമായിട്ടാണ്. വലിയൊരു അനുഗ്രഹം. അതും ദേവീൻ്റെ ഭഗവതിയുടെ മുന്നേ നമുക്ക് ഇടാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. ആഗ്രഹിച്ച് അതിൻ്റെ ഗുരു ഇയാളാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. ഞങ്ങളെ കൊണ്ടുവന്ന് പുഷ്പലത എന്ന് പറഞ്ഞ കുറ്റിപ്പുറത്തുള്ള ദർശനമൊക്കെ കഴിഞ്ഞു. നേരത്തെ വന്ന് ക്യൂ നിന്നല്ലേ? ക്യൂ നിന്ന് നല്ലൊരു ഇതുപോലെ കുറേ ആളുകൾ ഇങ്ങനെ ആദ്യമായി പൊങ്കാല ഇടുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണാം. അങ്ങനെ കുറേ പേരുണ്ട്. ചേച്ചി ആദ്യമായിട്ട് തന്നെയാണോ? അല്ല, 3ാമത്തെ വർഷം പൊങ്കാല ഇടുന്നത്. എല്ലാ സമയത്തും ഈ ഭാഗത്ത് തന്നെയായിരുന്നു? ഇല്ല, കഴിഞ്ഞ 2ാമത്തെ പൊങ്കാല നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് കിട്ടിയത്. സ്ഥലം പിടിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള പണിയാണോ? പ്രയാസമുള്ള പണിയാണ്. എപ്പോൾ എത്തി കോഴിക്കോട് നിന്ന് എടുത്ത്? ഞാൻ കോഴിക്കോടല്ല, എൻ്റെ സ്വന്തം വീട് കോഴിക്കോട്. കല്യാണം കഴിച്ചത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം. രാവിലെ എത്തി സ്ഥലം പിടിച്ചു? രാവിലെ അല്ല, ഇന്നലെ വൈകിട്ട്, ഇന്ന് പുലർച്ച എത്തി. 4 മണി. അങ്ങനെ പുലർച്ചെയൊക്കെ എത്തി സ്ഥലം പിടിച്ച ആളുകളാണ് ഇതാ ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് സ്ഥലം പിടിക്കുക എന്നുള്ളതാണ് ഏറെക്കുറെ കൂടുതൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. മുറ്റത്ത് കിട്ടുക, ഗ്രൗണ്ടിൽ കിട്ടുക, അങ്ങനെയുള്ള ആഗ്രഹങ്ങളോടുകൂടി വരുന്ന ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ. സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള ഈ പൊങ്കാല നിവേദ്യത്തിലേക്ക് തളിക്കുന്നതിനായിട്ട് എല്ലാ ഇടങ്ങളിലേക്കും എത്തുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിന് ചുറ്റും സ്ഥലം കിട്ടിയില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ടതില്ല. മനസ്സറിഞ്ഞുള്ള നൈവേദ്യ സമർപ്പണം, അതാണ് പ്രധാനം. നമ്മുടെ കോട്ടയംകാരി അഞ്ജന അനിൽകുമാർ കിഴക്കേക്കോട്ടയിൽ നിൽക്കുകയാണ്. അഞ്ജന, ഗുഡ് ഈവനിങ്. കോട്ടയത്ത് നിന്ന് വന്ന് ബന്ധുക്കളൊക്കെ വന്ന് പൊങ്കാല ഇടുമ്പോൾ ഒരുപക്ഷെ കുട്ടിക്കാലത്തൊക്കെ അഞ്ജനയും വന്നിട്ടുണ്ടാകുമല്ലോ. ഇത്തവണ റിപ്പോർട്ടിങ്ങിനായി വന്ന് എത്തി നിൽക്കുമ്പോൾ അവിടേക്ക് വരുന്ന സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം കാണുന്നില്ലേ? തീർച്ചയായും സുജയ, വളരെയധികം സന്തോഷമുണ്ട് ഈ പൊങ്കാല സമയത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ. നേരത്തെ സുനിഷ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാം തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട്, സ്ഥലം പിടിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ആഗ്രഹം ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ പൊങ്കാല ഇടണമെന്നതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയാണ്. ഇവിടെ കോഴിക്കോട് നിന്നൊരു സംഘം എത്തി സ്ഥലങ്ങളൊക്കെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് എവിടെയാണ് ചേച്ചി വീട്? ഇവർ രാവിലെ തന്നെ എത്തി ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നാളെ ഇവിടെയാണ് പൊങ്കാല ഇടാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായോ? പൂർത്തിയായി. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സന്തോഷമായിരിക്കുന്നു ഞങ്ങൾ. ഇനി നാളെ പൊങ്കാലയും കൂടെ ഇട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷം. സ്ഥിരമായി വരാറുണ്ടോ പൊങ്കാല? വരാറുണ്ട്, എല്ലാ വർഷവും വരും. എത്ര വർഷമായി വരുന്നു? ഞാനിപ്പോൾ 16 വർഷമായി.
സുജയ 16 വർഷമായി തുടർച്ചയായി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഒരു സംഘമാണ് എൻ്റെ കൂടെയുള്ളത്. ഇവരെല്ലാം തന്നെ രാവിലെ തന്നെ എത്തി ഇവിടെ വേണ്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി വരെ ഇവർ ഇവിടെയായിരിക്കും. ഈ സ്ഥലം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ ഇവിടെ തന്നെ പൊങ്കാല ഇടണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് കോഴിക്കോട് നിന്നും ഈ തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഈ പൊങ്കാല ഇടുമ്പോൾ അതിൽ പായസം മാത്രമല്ല മറ്റ് വിഭവങ്ങളും ഒക്കെ തയ്യാറാക്കുന്ന പതിവുണ്ട്. കോഴിക്കോട്ട് നിന്ന് എത്തിയ സംഘത്തോട്, കാരണം അവർ പായസം മാത്രമായിരിക്കില്ല, മണ്ടപ്പുറ്റും തിരളിയും അങ്ങനെ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി അർപ്പിക്കുന്നതിനായിട്ട് തയ്യാറെടുത്തായിരിക്കും അവർ വന്നിരിക്കുന്നത്. അവരുടെ ഇത്തവണത്തെ നൈവേദ്യങ്ങൾ എന്താണെന്ന് കൂടി ചോദിക്കാം. നാളെ എന്ത് പായസം വെക്കുന്നത്? പായസം മാത്രമാണോ അതോ? പായസം പിന്നെ എന്താ പറയുക, ഒരട ഉണ്ടാക്കും, പിടി മാതിരി സാധനം. പിടിയോ? എന്ത് പായസം വെക്കുന്നത്? ശർക്കര പായസം. കുത്തരി അവിടുന്ന് കോഴിക്കോട് നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. പിന്നെ അവില്, മലര്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നുണ്ട്. ഇവിടെ വെച്ച് ഞങ്ങളത് ഉണ്ടാക്കും. സാധനങ്ങളൊക്കെ റെഡിയാണ്. അരി, ശർക്കര, തേങ്ങ എല്ലാം റെഡിയാണ്. എല്ലാം റെഡിയാണ്. ഞങ്ങൾ ഒക്കെ റെഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 3 ദിവസമായി ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ട്. 2 ദിവസം നാളെയും കഴിഞ്ഞ് നാളെ രാത്രിയാണ് തിരിച്ചു പോവുക. മറ്റന്നാൾ 14-ാം തീയതി രാവിലെ അവിടെ എത്തും. എല്ലാ വർഷവും വരുന്നതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷം അല്ലേ? സന്തോഷം, തീർച്ചയായിട്ടും. അങ്ങനെ തന്നെ കോഴിക്കോടിൻ്റെ അഭിമാനമായി തന്നെ വരുന്നത്. അപ്പൊ ആ കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തി പൊങ്കാലയിടാൻ എത്തിയവരെയാണ് അഞ്ജന കാട്ടി തന്നുകൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയുടെ സമഗ്രമായ കവറേജ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ ഒരു വാർത്താ സംഘത്തിനെ തിരുവനന്തപുരത്ത് തയ്യാറായി നിൽക്കുകയാണ്. നമ്മുടെ പെൺകരുത്ത് വിളിച്ചോതി ആറ്റുകാൽ അമ്മയ്ക്ക് അവിടെ പൊങ്കാലയിടാനായി എത്തുന്ന സ്ത്രീജനങ്ങളുടെ എല്ലാം പൂർണ്ണമായി അവരുടെയൊക്കെ വിശേഷങ്ങൾ, ഒപ്പം അവരുടെ ഒരു ആത്മസമർപ്പണം, അതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി നമ്മുടെ വനിതാ രത്നങ്ങൾ അവിടെ തയ്യാറായി നിൽക്കുകയാണ്.